It's been about a month and 20 days, and we go around and around and play silly games. Now you say you slow it down, not right now. Then you wink at me and walk away. ये क्या किया मैं बेताब हो गया. Hold on, don't go. तेरे बिना मुझे नहीं जीना. क्या यही प्यार है? Ride it, बन जाओ तुम. Ride it, मेरे सनम. Ride it, कैसे हुआ? Ride it, दिल खो गया. Ride it, बन जाओ तुम. Ride it, मेरे सनम. Ride it, कैसे हुआ? Ride it, दिल खो गया. Marina was a double Saturday. You're acting like a diva, saying you don't wanna play. It's gotta be a feisty style, raise that pride. I love the way you look at me that way. Now when you order a mojito at the bar, replaying a lip because it came up on the glass. The DJ play your favorite song, honey long. Now you're beckoning for me to dance. ये क्या किया मैं बेताब हो गया. Hold on, don't go. तेरे बिना मुझे नहीं जीना. क्या यही प्यार है? Ride it, बन जाओ तुम. Ride it, मेरे सनम. Ride it, कैसे हुआ? Ride it, दिल खो गया. Ride it, बन जाओ तुम. Ride it, मेरे सनम. Ride it, कैसे हुआ? Ride it, दिल खो गया. ചായ ഒന്നൊന്ന് എനിക്ക് എൻ്റെ ഫോൺ ഒന്ന് തരുമോ? മമ്മി ഒന്ന് വിളിക്കാനാ പ്ലീസ്. എത്ര ദിവസമായി എനിക്കിവിടെ ഇങ്ങനെ നിന്നൊരു ശ്വാസം മുട്ടുക. പ്ലീസ് ഞാൻ ഒന്ന് വിളിച്ചോട്ടെ, എൻ്റെ ഫോൺ താ. എന്നോട് ഞാൻ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? എനിക്ക് ഒരാളെ വിളിക്കാനുള്ള പെർമിഷൻ ഇല്ല. ഇനി ഇതും പറഞ്ഞ് എന്റെ പിന്നാലെ വരണം. പ്ലീസ് അച്ഛാ പ്ലീസ്. എത്ര ദിവസമായി ഞാൻ ഇതിൻ്റെ ഉള്ളിൽ. ഒന്ന് താ, ഒരു തവണത്തേക്ക് ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ പ്ലീസ്. നിനക്കെന്തടി പറഞ്ഞ മനസ്സിലാവില്ല. നിനക്കെടുക്കാനായിട്ട് ഇതൊന്നും വന്നത്. മമ്മി വിജയ് പോലെ പോലെ. എടാ നീ എവിടെയാ ആ ഫയൽ വെച്ച്? ആണോ? ഓക്കെ ശരി എന്നാ. ആ ചിന്നു ചിന്നു ചിന്നു. ഓ മൈ ഗോഡ്, ഇവക്ക് എന്ത് പറ്റി? ചിന്നു ഡോക്ടർ, എൻ്റെ മോക്ക് എങ്ങനെയുണ്ട്? അവൾക്ക് ബോധം വന്നോ? ഡോണ്ട് വറി, ഷീ ഈസ് പെർഫെക്റ്റ് നൗ. ആൾക്ക് സ്ട്രെസ്സ് കൂടുതലാണല്ലോ. ഈ സമയത്ത് സ്ട്രെസ്സൊന്നും പാടില്ല. അബോർഷന് വളരെ ചാൻസ് കൂടുതലാണ്. എന്താ എന്താ ഡോക്ടർ പറയുന്നേ? അപ്പോൾ നിങ്ങളിത് ചെക്ക് ചെയ്തിട്ടില്ലായിരുന്നോ? ആള് പ്രഗ്നൻ്റാ, 4 വീക്സായി. ഇല്ല. ആണോ? ഓക്കെ, ഇനി തൊട്ട് നല്ല ശ്രദ്ധ വേണം. സ്ട്രെസ്സായ ഒന്നും തന്നെ ആളെ അലട്ടാൻ പാടില്ല. ആൾക്കിപ്പോൾ ബോധം വന്നിട്ടുണ്ട്. നിങ്ങൾ പോയി കണ്ടോളൂ. മോളെ ചിന്നു. മമ്മി, മോളെ ചിന്നു, എന്താ എൻ്റെ മോക്ക് പറ്റിയേ? എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല മമ്മി, എൻ്റെ വയറ്റില് കുഞ്ഞാവുണ്ട്. മമ്മി അറിഞ്ഞോ അത്? മമ്മി അറിഞ്ഞു മോളെ. എന്താ എൻ്റെ മോക്ക് പറ്റിയേ? എത്ര ദിവസം എന്താ ഒന്ന് കോണ്ടാക്ട് പോലും ചെയ്യാനേ? അന്ന് പോയതാണല്ലോ, ഒരു വിവരം അറിയാതെ. മമ്മി എത്ര പേടിച്ചെന്നറിയോ? എന്താണ് പറ്റിയേ? എനിക്കറിയില്ല മമ്മി. ഇച്ചാൻ എന്നോട്. മോള് വിഷമിക്കണ്ട, മമ്മി ഇല്ലേ കൂടെ. അവരൊക്കെ എവിടെ? നീനും ഡെന്നിയൊക്കെ എവിടെ? ഞങ്ങളൊക്കെ ഇതാ ഇവിടെ ഉണ്ട്. മമ്മി മോളൊന്ന് സംസാരിക്കട്ടെ എന്ന് കരുതി. നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? ആടാ, കുഴപ്പമൊന്നുമില്ല. കൺഗ്രാറ്റുലേഷൻസ് ചിന്നു. സങ്കടങ്ങൾക്കിടയിലും ഒരു സന്തോഷം അല്ലേ? മോളെ, മമ്മി ഒരു കാര്യം പറഞ്ഞ മോള് കേൾക്കുമോ? എന്താ മമ്മി? നമുക്ക് നാട്ടിലോട്ട് പോയാലോ? ഇവിടെ സേഫ് അല്ല മോളും കുഞ്ഞും. മോൾക്ക് ഒട്ടും സ്ട്രെസ് പാടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്.
അങ്ങനെ ആയ കുഞ്ഞിനെന്തേലും സംഭവിക്കും. മമ്മി, എനിക്ക് പറ്റില്ല. ഇച്ചാൻ അറിഞ്ഞ. മോളെ, മമ്മി പറയുന്ന ഒന്ന് കേൾക്ക്. നിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ലേ. അറിയാം മമ്മി, അതെനിക്ക്. പക്ഷെ ഇച്ചാനെ വിട്ടുവരാൻ എനിക്ക് പറ്റില്ല. ഇച്ചാനെ എന്നെ വിടത്തൂല്ല. വേണ്ട, എന്തിനാ ഒരു പ്രശ്നം? ഞാനിവിടെ നിന്നോളാം. മോളെ, ഒന്ന് മനസ്സിലാക്ക്. നിനക്ക് അബോർഷന് ചാൻസ് കൂടുതലാ. നിനക്ക് സ്ട്രെസ് പാടില്ല. അതാ, ഒന്ന് മനസ്സിലാക്ക്. മമ്മി, ഞാൻ ഇനി വീട്ടിലോട്ട് വന്നാലും പപ്പക്കത് ഇഷ്ടാവില്ല. ഞാനില്ല, ഞാൻ ഇവിടെ നിന്നോളാം. ആര് പറഞ്ഞു എനിക്കിഷ്ടല്ലാന്ന്? ഡെന്നി, വേഗം ഡിസ്ചാർജിനുള്ള പ്രൊസീജിയർ നോക്ക്. വിത്തിൻ ഹവർ നമുക്ക് ഇവിടെ നിന്ന് പോണം. ശരി പപ്പ. മോളെ, എൻ്റെ മോള്, പപ്പിനോട് ക്ഷമിക്ക്. നിന്റെ ഇഷ്ടം മനസ്സിലാക്കാൻ പപ്പക്ക് കഴിഞ്ഞില്ല. സാരല്ല പപ്പ. എന്നാലും അവസാനം എൻ്റെ പപ്പ എന്നെ മനസ്സിലാക്കിയല്ലോ. ലവ് യു പപ്പ. ഒരുപാട് മിസ് ചെയ്തു. എനിക്കറിയാം മോളെ, പപ്പക്കും ഒരുപാട് മിസ് ചെയ്തു. പപ്പ എന്നോട് ക്ഷമിക്കില്ലേ? എൻ്റെ മോളോട് പപ്പ എപ്പോഴും ക്ഷമിച്ചു. മോളോടല്ലാതെ ആരോടാ പപ്പ ക്ഷമിക്കുക? നമുക്കിനി നാട്ടിൽ പോവാം. ഇല്ല പപ്പ, അത് വേണ്ട. ഇച്ചാൻ അറിഞ്ഞ അടങ്ങിയിരിക്കില്ല. ഇച്ചാൻ ഒരിക്കലും സമ്മതിക്കുമല്ല. അതോർത്ത് മോള് പേടിക്കണ്ട. ഞങ്ങളൊക്കെ അല്ലേ, ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഇപ്പം മോൾക്ക് നല്ല കെയറും റെസ്റ്റും ഒക്കെ ആവശ്യമാണ്. അത് അവിടെ ചെന്നാൽ കിട്ടില്ല. അതുകൊണ്ടാ. അല്ലെങ്കിൽ ബേബി അബോഷനായി പോകാൻ ചാൻസ് കൂടുതലാണ്. നല്ല കാം മൈൻഡും നല്ല പീസ്ഫുൾ ആയിട്ടൊക്കെ നീ ഇരിക്കണം. അതൊരിക്കലും നിനക്ക് അവിടെ കിട്ടില്ല എന്ന് പപ്പക്ക് അറിയാം. അതുകൊണ്ടാണ് പറയുന്നത്. വേണ്ട പപ്പ, എനിക്ക് പേടിയാ ഇച്ചാൻ. ഇച്ചാൻ അറിഞ്ഞ വേണ്ട. ഞാൻ ഇച്ചാൻ്റെ കൂടെ നിന്നോളാം. വാവേ, നിന്റെ ഹെൽത്തൊക്കെ ഓക്കെ ആയാലും ഞാൻ തന്നെ മോളെ അവൻ്റെ അടുത്ത് കൊണ്ട് വിട്ടോളാം. പോരെ? ഇപ്പോൾ മോള് നാട്ടിലോട്ട് വാ. നല്ല കുട്ടിയല്ലേ. നമ്മൾ ആ ഗസ്റ്റ് ഹൗസിൽ പോയി നിൽക്കുക. അവിടെ നിനക്ക് നല്ല ഇഷ്ടമല്ലേ? അങ്ങനെങ്കിൽ ഇച്ചായ വന്നിട്ട് പോവാം. അറിയാതെ പോയാൽ നല്ല പ്രശ്നമാവും. അതുകൊണ്ടാ. എന്താ മോളെ പറയുന്നേ? അവൻ വന്നാൽ ഞങ്ങളുടെ കൂടെ നിന്നെ വിടുമെന്ന് തോന്നുന്നുണ്ടാവും. ഇല്ല, അപ്പോൾ മോൾക്ക് വിഷമാവും. മോള് സ്ട്രെസ് എടുത്താൽ അത് കുട്ടീനെ ബാധിക്കുകയും ചെയ്യും. മോള് പറ. അതുകൊണ്ട് അവൻ വരുന്നതിന് മുന്നേ നമുക്ക് പോകുന്നതല്ലേ നല്ലത്? ശരി പപ്പ, ഇനി പപ്പയുടെ ഇഷ്ടം. ഞാൻ ഓക്കെ ആയാലും എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കണേ. അത് പിന്നെ ഉറപ്പായിട്ടും പപ്പ ചെയ്യില്ലേ? മോളുടെ ഹാപ്പിനെസ് അല്ലേ പപ്പക്ക് വലുത്. ജീനി, ഡെന്നിയെ വിളിച്ച് ഡിസ്ചാർജിന്റെ കാര്യങ്ങൾ എന്തായെന്ന് ചോദിക്ക്. പെട്ടെന്ന് തന്നെ പോകണം. ഹായ് ചായ, ഞാൻ വിളിച്ചു നോക്കട്ടെ. ഇവിടെ നിന്ന് പോയാൽ എൻ്റെ മോളിനി അവനെ കാണില്ല, കാണിക്കില്ല ഞാൻ. വാട്ട്? എന്നിട്ട് നീ ഇതെവിടെ? ഷിറ്റ്, അവൾ ഹോസ്പിറ്റലിൽ ഇട്ടുകൊണ്ടാണോ നീ ഓഫീസിലോട്ട് പോയത്? ഞാൻ പൊക്കോളാം. ഷിറ്റ്, എന്നാൽ ഇതെങ്ങനെ? അവൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല. പൂജ മാത്യു, റൂം നമ്പർ. സർ, അവർ ഡിസ്ചാർജ് ആയല്ലോ. വാട്ട്? എപ്പോ? പേഷ്യൻറ്റിന് ബോധം വന്ന ഉടനെ തന്നെ അവർ പോയല്ലോ. അവളെ ട്രീറ്റ് ചെയ്ത ഡോക്ടർ? ഡോക്ടർ താരയാണ് ട്രീറ്റ് ചെയ്തത് സർ. കോൾ ഹർ. പൂജക്ക് അവൾക്ക് എന്ത് പറ്റിയതോ? നിങ്ങളാരാ ഇത് ചോദിക്കാൻ? അവളുടെ ഹസ്ബൻഡാ ഞാൻ. അതുപോലെ. ഓ സോറി സർ. പേടിക്കാനൊന്നുമില്ല. ഷീസ് ക്യാരിങ്. വാട്ട്? അതെ സർ, 4 weeks ആയി. അവളെ ഇവിടുന്ന് കൊണ്ടുപോയല്ലോ. അവളെ ആരാ കൊണ്ടുപോയേ? അവളുടെ ഫാമിലിയാ. ഫാദറിനായിരുന്നു തിടുക്കം. ഞാൻ പറഞ്ഞതാ 2 ദിവസം ഇവിടുന്ന് റെസ്റ്റ് എടുത്തോട്ടെ. അവൾക്ക് നല്ല റെസ്റ്റ് വേണം. പറഞ്ഞിട്ടും കേട്ടില്ല. അപ്പോൾ അവൾക്ക് ബോധം വന്ന ഉടനെ തന്നെ അവരിവിടുന്ന് കൊണ്ടുപോയി. ഷിറ്റ്. ലെക്സി, നീ പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോകും. എന്താടാ, എന്തു പറ്റി? നീ വീട്ടിൽ പോയി അവളവിടെ എത്തിയോ എന്ന് നോക്ക്. അവള് ഹോസ്പിറ്റലിൽ ഇല്ലേ? ഇല്ല, അവളുടെ തന്ത കൊണ്ടുപോയി. ഷിറ്റ്, ഞാൻ പോയി നോക്കിയിട്ട് വിളിക്കാടാ. അവളെ എൻ്റെ അടുത്ത് നിന്ന് ഒളിച്ചു നിർത്തിയാൽ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ? റോവാനാ ഞാൻ, കണ്ടുപിടിച്ചിരിക്കും. മോളെന്നാ റെസ്റ്റ് എടുത്തോ. മമ്മി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാട്ടോ. ശരി മമ്മി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീനുനെ വിളിക്ക്. ഞാൻ അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിടാം. വേണ്ട മമ്മി, ഞാൻ കുറച്ചു നേരം ഒന്ന് കിടക്കട്ടെ.
നല്ല ക്ഷീണം. ശരി എന്നാ മോളെന്നാ കുറച്ചു നേരം കിടന്നുറങ്ങിക്കോട്ടോ. ഈശോയെ, എന്തായിരിക്കും ഇച്ചാൻ്റെ അവസ്ഥ? ഞാൻ അവിടുന്ന് പോകുന്നത് അറിഞ്ഞിട്ടുണ്ടാവില്ലേ? എനിക്ക് പേടിയാവുന്നു. പ്രശ്നമാവോ? എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരുമോ? എന്താ ഞാൻ ചെയ്യുക? ഈ ഒരവസ്ഥയിൽ മമ്മിയും പപ്പയും പറയുന്നതല്ലാതെ കേൾക്കാൻ വേറെ വഴിയില്ല. അല്ലെങ്കിൽ ഞാൻ ഇച്ചാനെ വിട്ട് വരില്ലായിരുന്നു. ഇച്ചാനെ ദേഷ്യം മൂത്ത് ഒന്നും ചെയ്യല്ലേ. എടാ റെക്സി, നമ്മളിപ്പോൾ എവിടെയൊക്കെ തപ്പി? 2 ആഴ്ചയായി അവളുടെ ഒരു വിവരവുമില്ല. അവളുടെ നാട്ടിൽ പോലും നമ്മൾ തപ്പി. ഇനി ഒരിടമില്ല ബാക്കി. എന്താടാ ചെയ്യുക? എവിടെ ആയിരിക്കും അവളുടെ പപ്പ അവളുമായി പോയിട്ടുണ്ടാവുക? എവിടെ ആയാലും അവളെ ഞാൻ പൊക്കും. അവൾക്ക് കിട്ടുന്ന സമയം അവളുടെ പാരൻസിൻ്റെ കൂടെ നിൽക്കട്ടെ. പിന്നൊരിക്കലും അവൾ അവരെ കാണിക്കില്ല ഞാൻ. ഇനി എവിടെ നിന്ന് കിട്ടാനാ? ഒരു പൊടി പോലും ഇല്ല. നീ എല്ലായിടവും അന്വേഷിച്ചോ? ഉറപ്പാണോ? അതേടാ, എല്ലായിടവും അന്വേഷിച്ചു. അവളുടെ ഒരു പൊടി പോലും കിട്ടുന്നില്ല. അങ്ങനെയെങ്കിൽ ഇനി ഒരിടം മാത്രമേ തപ്പാൻ ബാക്കിയുള്ളൂ. അത് എനിക്കറിയാവുന്ന സ്ഥലമാണ്. എന്തായാലും അവരവളെയും കൊണ്ട് അവിടെ തന്നെ കാണും. തൽക്കാലത്തിന് ഞാൻ അങ്ങോട്ട് വരുന്നില്ല. നിങ്ങൾ തന്നെ അവളെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും. കാണിച്ചു തരാം ഞാൻ. നിനക്കെന്താടാ ഇതൊക്കെ പറഞ്ഞിട്ടും ഒരു കൂസലുമില്ല? നിന്റെ മനസ്സിലെന്താ? പറ. ഹേയ്, ഒന്നുമില്ലടാ. അവളെന്തായാലും പ്രഗ്നൻ്റ് അല്ലേ. കുറച്ച് ദിവസം അവളുടെ പാരൻസിൻ്റെ കൂടെ നിൽക്കട്ടെ. അവൾക്ക് തോന്നുമ്പോൾ അവളായിട്ട് ഇങ്ങോട്ട് വന്നോളും. നമ്മളെന്തിനാ വെറുതെ അവളുടെ പിന്നാലെ പോകുന്നത്? ലെവിറ്റ്, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കാം. അല്ല, ഇന്നൊരു മീറ്റിംഗ് ഇല്ലേ, അതെന്തായി? യാ, എന്നാ ഓക്കെ, ഞാനതിന് പോവാ. ശരിടാ. ഹലോ, ആരായത്? പതിവില്ലാണ്ടൊരു വിളിയൊക്കെ. എന്തു പറ്റി മിസ്റ്റർ എഡ്വിൻ ഈ വൈക്കൊക്കെ വിളിക്കാൻ? എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ അളിയനെ വിളിക്കണമെന്നുണ്ടോ? താനൊക്കെ എന്ത് ബ്രദറാടോ? സ്വന്തം സിസ്റ്റർ ഇപ്പോഴത്തെ അവസ്ഥയൊന്നും തനിക്കറിയണ്ടേ? എന്താ എൻ്റെ ചിന്നീന് പറ്റിയേ? നീ അവളെ എന്താ ചെയ്തേ? അപ്പോൾ താനൊന്നും അറിഞ്ഞില്ലേ? ഓ മൈ ഗോഡ്, തനിക്കൊരു സന്തോഷ വാർത്തയുണ്ട്. താനൊരു അങ്കിളാവാൻ പോവാ. ഷീസ് ക്യാരിങ്. എന്താ ഒന്നും മിണ്ടാത്തേ? പിന്നെ അവളിപ്പോൾ എൻ്റെ കൂടെ ഇല്ല. എങ്ങോട്ട് പോയെന്നും എനിക്കറിയില്ല. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവളെ അവിടുന്ന് അവളുടെ പപ്പ കൊണ്ടുപോയി. എവിടെയാണെന്ന് എനിക്കൊരറിവില്ല. പക്ഷേ ഇപ്പം ഞാൻ വിളിച്ചത് അവൾ എവിടെയാണേലും, പ്രത്യേകിച്ച് തൻ്റെ പപ്പയുടെ അടുത്താണെന്നുണ്ടെങ്കിൽ ഒട്ടും സേഫ് അല്ല. എൻ്റെ കുഞ്ഞിനെന്തേലും പറ്റിയ അപ്പോൾ ഈ എഡ്വിൻ ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ കാണിച്ചു തരാം. ഈ ഒരു മുന്നറിയിപ്പ് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ തന്നെ വിളിച്ച്. താൻ എന്തായാലും ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ ഒന്ന് അറിയിച്ചേക്കാമെന്നും കരുതി. ഓക്കെ? ഹലോ ഷിറ്റ്, വെച്ചോ. അവൾ പപ്പയുടെ കൂടെയാണോ? അവനെന്താ അങ്ങനെയൊക്കെ പറഞ്ഞ്? അവൾ പപ്പയുടെ അടുത്ത് സേഫല്ലേ? ഷിറ്റ്, എത്രയും പെട്ടെന്ന് പപ്പയെ കോണ്ടാക്ട് ചെയ്യണം. പ്ലീസ് ഡോക്ടർ, എൻ്റെ മോളുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യണം. സർ പ്ലീസ്, എൻ്റെ അവസ്ഥ കൂടി മനസ്സിലാക്കൂ. എനിക്കതിന് പറ്റില്ല. അന്ന് നിങ്ങളുടെ അവസ്ഥയും പേഷ്യൻറ്റിൻ്റെ സിറ്റുവേഷൻ അത്രയും ക്രിട്ടിക്കൽ ആയതുകൊണ്ട് മാത്രം അതിന് ഞാൻ കൂട്ടുന്നത്. പക്ഷേ ഒരിക്കലും ഇനി എനിക്കതിന് പറ്റില്ല. ഇനി എന്നെ നിർബന്ധിക്കരുത് പ്ലീസ്. അങ്ങനെ പറയരുത്. എന്നെ ഈ സമയത്ത് സഹായിക്കാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റൂ. എൻ്റെ മോളുടെ നല്ല ഭാവി മാത്രമേ ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളൂ. അതിന് ഇതൊരു തടസ്സമാണ്. അതുകൊണ്ടാണ് പ്ലീസ് ഈ ഒരൊറ്റ തവണത്തേക്ക് മതി. അവളെ ഞങ്ങൾക്ക്
തിരിച്ചു വേണം. അതിനു വേണ്ടിയിട്ടാ. പ്ലീസ്, ഞാൻ എന്ത് വേണേലും ചെയ്യാം. നിങ്ങൾക്ക് എത്ര പണം വേണേലും ഓഫർ ചെയ്യാം. പ്ലീസ്. സോറി സർ, നിങ്ങളിനി എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ തീരുമാനത്തിന് മാറ്റമില്ല. നിങ്ങൾ വേറെ ആളെ നോക്കിക്കോളൂ. എന്നെ വിട്ടേക്കൂ. ഇതാണോ നിങ്ങളുടെ തീരുമാനം? ഒരു മാറ്റവും ഇല്ലേ? അതെ സർ, എൻ്റെ തീരുമാനത്തിന് ഒരു മാറ്റവുമില്ല. സാർ എന്നെ വിട്ടേക്കൂ. വേറെ ആരെങ്കിലും നോക്കൂ. എനിക്കിതിന് എന്തായാലും പറ്റില്ല. കുട്ടികളുടെ ജീവൻ എടുക്കലല്ല എൻ്റെ പണി. എന്നെക്കൊണ്ട് കഴിയുന്ന അത്രയും കുട്ടികളെ രക്ഷിക്കാനാണ് ഞാൻ നോക്കേണ്ടത്. അതുകൊണ്ട് ഇതിനൊരിക്കലും ഞാൻ കൂട്ടു നിൽക്കില്ല. അതാണ് ഡോക്ടർ ആൻമരിയുടെ തീരുമാനമെങ്കിൽ ഇനി ഡോക്ടർ എന്ന പേരിൽ താങ്കൾ അറിയപ്പെടില്ല. താങ്കളുടെ കരിയർ വരെ ഞാൻ നശിപ്പിക്കും. എന്തു വേണം? ഇത് കേട്ടിട്ടും നിങ്ങളുടെ തീരുമാനം എന്താണ്? പറയൂ. സർ, എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമായതുകൊണ്ടല്ലേ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞ്. എന്നെ വെറുതെ വിട്ടേക്കൂ. വേറെ എത്ര ഡോക്ടർമാരുണ്ട്, അവരെ കൊണ്ട് ചെയ്തേക്കൂ പ്ലീസ്. അതെനിക്കറിയാം. ഒരുപാട് ഡോക്ടേഴ്സിനെ എനിക്ക് കിട്ടും. പക്ഷെ ഇത് നീ തന്നെ ചെയ്യണം. എന്താ നിനക്കിത്ര വാശി? വാശി കാണിക്കാൻ നിന്ന മാത്യൂസിനോളം വാശി കാണിക്കാൻ ആരും ഉണ്ടാവില്ല. എല്ലാം ഞാൻ കത്തിച്ച് കളയും. നിനക്കറിയില്ല എന്നെ. എന്താ ഇച്ഛാ ഇങ്ങനെയൊക്കെ? അവരെ വെറുതെ വിട്ടേക്കൂ. അവർക്ക് പറ്റില്ലെങ്കിൽ അവർ ചെയ്യണ്ട. നമുക്ക് വേറെ കിട്ടില്ലേ? നിങ്ങൾ പൊക്കോളൂ. നമുക്ക് വേറെ ഡോക്ടർ നോക്കാം. ഇതിന് തയ്യാറാവുന്ന ഡോക്ടേഴ്സ് ഉണ്ടാവുമല്ലോ, അതായിരിക്കും നല്ലത്. അത് പറയാൻ നീ ആരാ? ഇവൾ തന്നെ അത് ചെയ്യും. ഇല്ലെങ്കിൽ ഇവൾ നേരിടുന്ന ഭവിഷ്യത്ത് വലുതായിരിക്കും. നിനക്കറിയാലോ എൻ്റെ സ്വഭാവം. അവളെ പറഞ്ഞൊന്ന് മനസ്സിലാക്കിയേക്ക്. സോറി, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ ആളങ്ങനെയാ. തനിക്ക് ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്തൂടെ? ഞങ്ങളുടെ മോളുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ. മാഡം, നിങ്ങളെന്തേ പറയുന്നത്? ഇതൊക്കെ തെറ്റല്ലേ? പ്രത്യേകിച്ച് ആ കുട്ടി ഇതൊക്കെ അറിഞ്ഞാൽ അവളെക്കൊണ്ട് കഴിയില്ല. ഫസ്റ്റ് മിസ്കാരേജ് ആയതുപോലും അവൾക്കറിയില്ലല്ലോ. അങ്ങനെയുള്ളപ്പോൾ ഇത് ചെയ്യാൻ പാടില്ല. മാഡം ഇതിന് കൂട്ടു നിൽക്കുവാണോ? അങ്ങനെയല്ല മോളെ, അവൾ ഒരു അസുരൻ്റെ കയ്യിലാണ് പെട്ടുപോയിരിക്കുന്നത്. അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിത് പറയുന്നത്. മോളുടെ കാല് ഞാൻ പിടിക്കാം. ഞങ്ങളൊന്ന് സഹായിച്ചൂടെ? ഓക്കെ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ശരി മോളെ, എത്ര വേണേലും മോൾ ആലോചിച്ചോ. പക്ഷേ മോൾ എന്തായാലും ഞങ്ങളെ സഹായിക്കണം. എന്തായി ഡോക്ടർ, നിങ്ങളുടെ തീരുമാനത്തിൽ എന്തെങ്കിലും ചേഞ്ച്? ഓക്കെ, ഐ എം റെഡി. പക്ഷേ നിങ്ങളൊന്നും കൂടി ആലോചിക്കുന്നത് നല്ലതാണ്. അവൾ ഈ കാര്യം എന്തെങ്കിലുമൊക്കെ അറിഞ്ഞാൽ ഒരിക്കലും നിങ്ങളോട് ക്ഷമിക്കില്ല. അപ്പോൾ നിങ്ങൾ തന്നെ ഫേസ് ചെയ്യേണ്ടി വരും. ഡോണ്ട് വറി, അതോർത്ത് ഡോക്ടർ വിഷമിക്കണ്ട. അതൊരിക്കലും അവൾ അറിയാൻ പോകുന്നില്ല. ഇതുവരെ അവളുടെ ആദ്യത്തെ കുഞ്ഞ് പോയത് അവൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതും അവൾ അറിയില്ല. ആ രീതിയിൽ വേണം ഡോക്ടർ ഇത് കൈകാര്യം ചെയ്യാൻ. ഓക്കെ, ദെൻ ഞാനൊരു ടാബ്ലറ്റ് തരാം. അത് ജ്യൂസിലൊന്ന് കലക്കി കൊടുത്തേക്കും. സാധാരണ മെഡിസിൻ കഴിക്കുന്ന പോലെ കഴിപ്പിക്കണ്ട. അവൾക്ക് ചിലപ്പോൾ ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ടാവും. നമുക്കറിയില്ലല്ലോ, ഇത് റിസ്ക് എടുക്കണ്ടെന്ന് കരുതിയിട്ടാണ്. പിന്നെ ഇത് കുടിച്ച് കുറച്ച് കഴിഞ്ഞാൽ ആൾക്ക് ക്ഷീണവും ഭയങ്കര പെയിനൊക്കെ വരും. ചിലപ്പോൾ ചെറുതായിട്ട് ബ്ലീഡിങ്ങും സ്റ്റാർട്ട് ചെയ്യും. സോ അത് കണ്ട ഉടനെ തന്നെ നിങ്ങൾ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നോളൂ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് കാണാം. എൻ്റെ കർത്താവേ, ഞാൻ എന്തൊക്കെയാ കേട്ടെ? ഇല്ല, ഒരിക്കലും ഇതിങ്ങനെ സംഭവിക്കാൻ പാടില്ല. അപ്പയും മമ്മിയും ഇങ്ങനെ, എൻ്റെ ചിന്നു ഇതെങ്ങനെ സഹിക്കും? അവളെ ചതിക്കാൻ ഞാൻ കൂട്ടു നിൽക്കില്ല. ഈ വിവരം എത്രയും പെട്ടെന്ന് അവളെ അറിയിക്കണം. എന്തൊക്കെ പറഞ്ഞാലും ചിന്നുവിന് അവനെന്ന് വെച്ച ജീവനാ. അത് കണ്ടില്ലെന്ന് വെക്കാൻ എനിക്കാവില്ല. ഡെന്നിയും ഈ വിവരം അറിയിക്കണം. സത്യമാണോ നീ പറയുന്നേ? പപ്പയും അമ്മയും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യവാ ഡെന്നി ഞാനീ പറയുന്നത്. നിന്നോട് കള്ളം പറയേണ്ട ആവശ്യം എനിക്കുണ്ടോ? മമ്മിയെ തിരക്കി പോയപ്പോഴാ ഞാൻ ഇതൊക്കെ കേട്ടെ. കർത്താവായിട്ടാ എന്നെ അവിടെ എത്തിച്ചേ. അതാ എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അവർ ചെയ്യുന്നതും പറയുന്നതൊന്നും നമ്മൾ അറിയില്ലായിരുന്നല്ലോ. പാവം ചിന്നു, അവളോട് കാര്യങ്ങളൊക്കെ എങ്ങനെയും അവതരിപ്പിക്കണം. എന്നാലും പപ്പക്കും അമ്മയ്ക്കും എങ്ങനെ ഇങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞു? ഒരിക്കലും ഇതിന് ഞാൻ കൂട്ടു നിൽക്കില്ല.
അത് ചിന്നുവിനോട് ചെയ്യുന്ന തെറ്റാവും. നീ പറഞ്ഞ പോലെ അവളിത് എത്രയും പെട്ടെന്ന് അറിയിക്കണം. അതുപോലെ തന്നെ അവൾക്ക് അറിയാത്ത കാര്യങ്ങളും അവൾ അറിയണം. പാവം, അവൾ ഒരുപാട് പപ്പയും മമ്മിയും വിശ്വസിച്ച് പോയി. അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് വന്നേ. അവളുടെ സന്തോഷമൊക്കെ അവനാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നു. നമ്മളും തെറ്റ് ചെയ്തു. എത്രയും പെട്ടെന്ന് അവളെ ഇനി അവൻ്റെ അടുത്ത് എത്തിക്കുക വേണ്ടത്. അതേടാ, ആദ്യം അവളോട് ഈ കാര്യങ്ങളൊക്കെ പറയണം. ഇവിടെ ഞാനും നീ ഉണ്ടെന്ന് പറഞ്ഞിട്ടെന്താ കാര്യം? ഒട്ടും സേഫ് അല്ലല്ലോ. അവൻ്റെ കൂടെയാ അവൾ സേഫ്. നമ്മളത് ആലോചിച്ചില്ല. എങ്ങനെയും എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. ഏത് നിമിഷം അവൾക്ക് അപകടം സംഭവിക്കും. അവളുടെ കുഞ്ഞിനെ അവർ കൊല്ലും. അത് പാടില്ല. ഇത്രത്തോളം സെൽഫിഷ് ആയോ പപ്പ? എനിക്ക് ദേഷ്യമായിപ്പോൾ പപ്പയോട് തോന്നുന്നേ. നമുക്കിപ്പോൾ ഇതിലെന്താ പറയാൻ പറ്റുക? എന്തായാലും നീ വാ, നമുക്ക് അവളുടെ അടുത്തേക്ക് പോവാ. കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ പറയാം. അവള് നല്ല ഉറക്കാണല്ലോ. നീ ഒന്ന് വിളിച്ചു നോക്ക്. ചിന്നു, ഡന്നി, നീയോ? മീനും ഉണ്ടല്ലോ. എപ്പോഴേലും രണ്ടിനും ഇങ്ങോട്ടൊന്ന് വരാൻ തോന്നിയല്ലോ. ഞാനിവിടെ ബോറടിച്ച് കിടന്ന് ഉറങ്ങി. എന്താ രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പരിങ്ങുന്നേ? എന്താടാ കാര്യം? കാര്യമുണ്ട് ചിന്നു, പ്രധാനപ്പെട്ട കാര്യം തന്നെയാ. അത് അവള് പറയും. നീ എന്തായാലും ഇവിടെ ഒട്ടും സേഫ് അല്ല. ഓ, എന്നെ വട്ടാക്കാതെ കാര്യം പറഞ്ഞീനു. എന്താണ്? ചിന്നു, അത് പിന്നെ നീ വിഷമിക്കരുത്. നീ സ്ട്രോങ് ആവണം. ഓക്കെ? നമ്മുടെ പപ്പയും മമ്മയും. നീനു, ഈ പറഞ്ഞതൊക്കെ സത്യമാണോ? അപ്പോ ഈ സ്നേഹപ്രകടനൊക്കെ എന്റെ കുഞ്ഞിനെ കൊല്ലാനുള്ള അഭിനയായിരുന്നു. ഇത്രയും ദിവസം ഞാൻ എത്ര സന്തോഷിച്ചെന്നറിയും. ഇപ്പൊ എടാ, അവർക്ക് എങ്ങനെയാണ് ഇതിന് കഴിയുന്നത്? എനിക്ക് പറ്റുന്നില്ല. ഇതിന് മാത്രം ഞാൻ എന്താണ് ചെയ്തത്? എടാ, നീ ഇപ്പൊ സങ്കടപ്പെടരുത്. നിനക്ക് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വന്നാൽ അത് നിന്റെ കുഞ്ഞിനെ ബാധിക്കും. അത് ആർക്കാണ് അനുകൂലമായിട്ട് വരിക? നിന്റെ പപ്പക്കും അമ്മയ്ക്കും. അതുകൊണ്ട് നീ കൂളായിട്ട് സ്ട്രോങ് ആയിട്ടിരിക്കുക. നമുക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാം. ശരിയാ? നീ പറഞ്ഞത് ശരിയാ. ഇവിടെ ഞാൻ വളരരുത്. ഇവിടെ എനിക്ക് ജയിക്കണം. തോറ്റു കൊടുക്കില്ല ഞാൻ. ഇവിടുന്ന് എനിക്ക് രക്ഷപ്പെട്ടേ മതിയാവും. അതിന് ഒരാൾക്ക് മാത്രമേ ഇനി എന്നെ സഹായിക്കാൻ പറ്റൂ. അതാരാ? അത് ഹോബിച്ചായൻ. പപ്പയെ മറികടന്ന് എന്നെ ഇവിടുന്ന് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിന് ഹോബിച്ചായനെ കൊണ്ട് മാത്രമേ പറ്റൂ. ഡന്നി, നീ ഹോബിച്ചായനെ വിളിക്ക്. നീ എന്താ നോക്കി നിൽക്കുന്നേ? വിളിക്കടേ നീ. ഇപ്പൊ തന്നെ വിളിക്ക്. എല്ലാ കാര്യങ്ങളും ഇച്ചായനോട് പറയണം. അതല്ല ചിന്നു, നമ്മൾ വിളിച്ചാൽ തന്നെ ഇച്ചാനെ കിട്ടണമെന്നുണ്ടോ? സ്ഥലത്തില്ലെങ്കിലോ? ഇച്ചാന് പെട്ടെന്ന് ഇങ്ങനെ വരാനൊന്നും പറ്റില്ലല്ലോ. നമ്മൾ വിളിച്ച ഉടനെ വരാൻ എന്തായാലും 1-2 ദിവസം പിടിക്കും, അതുറപ്പാ. അതുവരെ നമ്മൾ എന്ത് ചെയ്യും? എന്തായാലും നീ വിളിക്ക്. അതിനൊരു ഐഡിയ എൻ്റെ മനസ്സിലുണ്ട്. ഓക്കെ, ഞാൻ ഇപ്പോൾ തന്നെ കോണ്ടാക്ട് ചെയ്തോളാം. നീനു, നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. ആ ഡോക്ടറില്ലേ, അവരെ പോയൊന്ന് കാണാൻ പറ്റുമോ? അവര് ഓക്കെ, ഞാൻ കാണാം. മിക്കവാറും അവരിവിടെ നിന്ന് പോയിട്ടുണ്ടാവില്ല. പപ്പയുടെയും മമ്മയുടെ കൂടെ ആയിരിക്കും. ഞാൻ എങ്ങനെയാലും ഒന്ന് കാണാൻ പറ്റുമോ നോക്കട്ടെ. അല്ല, അവരെ കണ്ടിട്ട് എന്തിനാ? എനിക്ക് നീ പറഞ്ഞത് കേട്ടിട്ട് അവർക്ക് ഇതിനോട് താല്പര്യക്കുറവാ. സോ നീ നമ്മുടെ കാര്യം ഒന്ന് പറയേ. എന്നിട്ട് ഒരു 2 ദിവസത്തിന് ആ മെഡിസിൻ എനിക്ക് തരാതിരിക്കാൻ പറയേ. എടാ, അങ്ങനെ ചെയ്തിട്ട് എന്താ കാര്യം? ഞാൻ പറയുന്ന കേൾക്ക്. അവര് നമ്മുടെ കൂടെ നിന്നാൽ കാര്യങ്ങളൊക്കെ സിമ്പിളായി. ഹോബിച്ചാൻ വരുന്നവരെ പിടിച്ചു നിർത്താൻ പറ്റും. പിന്നെ ഒന്നും നോക്കണ്ടല്ലോ. അത് ശരിയാ. ഞാൻ എന്തായാലും അവരെ പോയി നോക്കട്ടെ. നീ ഇവിടെ റെസ്റ്റ് എടുക്ക്. ഡോക്ടർ, ഈ കാര്യത്തിൽ പപ്പയുടെ മമ്മയുടെ കൂടെ നിൽക്കരുത്. എന്നാൽ ഡോക്ടർക്കെതിരെ ഞാൻ കേസ് ഫയൽ ചെയ്യും. അറിയാലോ ഇത് എത്രത്തോളം കുറ്റകരമാണെന്ന്. അതെനിക്കറിയാവുന്ന കാര്യം തന്നെയാ. അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഞാൻ കൂട്ടു നിൽക്കാറുമില്ല.
എന്തിനാ ഡോക്ടർ കളവ് പറയുന്നത്? ഞാനെല്ലാം കേട്ടതാ. അതിപ്പോൾ അവളും അറിഞ്ഞിട്ടുണ്ട്. ഡോക്ടർ ഇതിന്ന് പിന്തിരിയുന്നതാ നല്ലത്. ഹോ ഗോഡ്, അവൾ അറിഞ്ഞോ? സമാധാനമായി. എന്നാൽ പിന്നെ എനിക്കിതിൻ്റെ ആവശ്യമില്ലല്ലോ. ഡോക്ടർ എന്താ പറഞ്ഞു വരുന്നേ? അതേടോ, നിവൃത്തികേടോണ്ടാ അവരുടെ കൂടെ നിന്നത്. ആ കുട്ടിയോട് എങ്ങനെങ്കിലും ഇക്കാര്യം അവതരിപ്പിക്കണം, അതിനു വേണ്ടിയിട്ടാണ് അവരുടെ കൂടെ നിൽക്കുന്ന പോലെ കാണിച്ചതും. അല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല, ആ കുട്ടി അറിഞ്ഞാൽ എങ്ങനെയും പിന്തിരിപ്പിക്കാനുള്ള വഴി ഉണ്ടാവുമെന്ന് കരുതി. എന്നിട്ട് ഡോക്ടർ അവർക്ക് കൊടുത്ത മെഡിസിൻ അത് വൈറ്റമിൻ ടാബ്ലറ്റ്സാണ്. അത് പേടിക്കാനൊന്നുമില്ല. അല്ല, അപ്പോൾ അതിൻ്റെ റിയാക്ഷനൊന്നും ഡോക്ടർ പറഞ്ഞ പോലെ കണ്ടില്ലെങ്കിൽ അവർക്ക് ഡൗട്ട് അടിക്കില്ലേ? അത് ഡൗട്ട് അടിക്കും. ഞാൻ പിന്നെ അപ്പം എന്തെങ്കിലും എക്സ്ക്യൂസ് പറയാമെന്ന് വിചാരിച്ചു. ഡോക്ടർ ഒരു ഹെൽപ്പ് ചെയ്യോ? അവരോട് ഇപ്പം തന്നെ പറയോ ആ മെഡിസിൻ ഇന്ന് കൊടുക്കണ്ടെന്ന്? ഒരു 2 ദിവസം കഴിഞ്ഞ് കൊടുത്താൽ മതിയെന്ന്. അപ്പോഴേക്കും ഞങ്ങളുടെ ഇച്ഛായം വരും. അപ്പോൾ അവളെ ഇവിടുന്ന് കൊണ്ടുപോകുമല്ലോ. അപ്പോൾ ഡോക്ടറെയും വിളിച്ചവർ അങ്ങനെ ശല്യം ചെയ്യില്ലല്ലോ. ആണോ? ഓക്കെ, ഞാൻ അതുപോലെ തന്നെ ചെയ്യാം. ഈ കാര്യത്തിന് ഞാൻ എന്തായാലും നിങ്ങളുടെ കൂടെ നിൽക്കുള്ളൂ. ഒരു കുഞ്ഞു പോകുന്ന കേസല്ലേ. അതൊരിക്കലും അങ്ങനെയൊന്നും നഷ്ടപ്പെടുത്താൻ നമുക്കാർക്കും അവകാശമില്ല. ദൈവം തന്നതാ. അത് ദൈവത്തിന് മാത്രമേ തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. താങ്ക് യു ഡോക്ടർ, താങ്ക് യു വെരി മച്ച്. ഞാൻ ഇപ്പോൾ തന്നെ പോയി അവളോട് പറയട്ടെ. ചിനു, ഹോബിച്ചാനെ കോണ്ടാക്ട് ചെയ്തിരുന്നു. ഇച്ചാന് നാളെ തന്നെ ഇവിടെ എത്തും. എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. ആകെ ദേഷ്യം വന്നിട്ടുണ്ട് ഇച്ചാന്. എനിക്കെന്തോ പേടിയാവുന്നു. ഇച്ചാനും പപ്പയും എന്തെങ്കിലും വാക്കുതർക്കം ഉണ്ടാവോ? ആണോ? സമാധാനമായി. എനിക്കതേക്കുറിച്ച് ഓർത്ത് ഒരു ടെൻഷനുമില്ല. അതെപ്പോഴും സ്ഥിരമാണല്ലോ. നീ പോയ കാര്യം എന്തായി? അതോർത്തും നീ വറീഡ് ആവണ്ട. അതും ഡബിൾ ഓക്കെ. ഇപ്പോഴാ ഒന്ന് സമാധാനമായി. നാളെ ഒന്ന് നേരം പുലർന്ന് കിട്ടിയാൽ മതി. എനിക്ക് എൻ്റെ ഇച്ചാൻ്റെ അടുത്ത് പോവാലോ. ഇവിടെ നിന്ന് മടുത്തു എനിക്ക്. എത്രയൊക്കെ പറഞ്ഞാലും ആ വീട് തന്നെയാ എനിക്ക് സ്വർഗം. അങ്ങനെ അടുത്താ എനിക്ക് സമാധാനം. ആ ഡോക്ടർ പോയില്ലായിരുന്നോ? ഞാൻ പോയതാ. അപ്പോഴൊരു കാര്യം ഓർത്ത്. ആ മെഡിസിൻ ഇല്ലേ, അത് ഇന്ന് കൊടുക്കണ്ട. അതെന്താ ഡോക്ടർ? അല്ല, പേഷ്യൻറ്റിനെ എനിക്കൊന്ന് ചെക്ക് ചെയ്യണം. ഇപ്പോഴത്തെ കണ്ടീഷൻ നോക്കിയിട്ടേ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ പാടുള്ളൂ. അതാണ്. ആളെന്നെ കാണാൻ പറ്റുമോ? അതിപ്പോൾ ഡോക്ടർ അവളെപ്പോൾ കണ്ടാൽ അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നുമോ? ഹേയ്, അതിൻ്റെ ആവശ്യം എന്താ? നിങ്ങൾ ഒരു ഫോർമൽ ചെക്കപ്പ് ആണെന്ന് പറഞ്ഞാൽ പോരെ? എന്താ ചെയ്യുക? ചെക്കപ്പ് ചെയ്യണമെന്ന് അത്യാവശ്യമാണോ? അതെ സർ, എനിക്ക് പോകുമ്പോഴാണ് അത് ഓർമ്മ വന്നത്. ആളെ ഒന്ന് പ്രോപ്പറായി ചെക്ക് ചെയ്യാതെ അവരുടെ കണ്ടീഷൻ എന്താണെന്ന് അറിയാതെ നമ്മൾ ഒരു മെഡിസിനും പ്രിസ്ക്രൈബ് ചെയ്യാൻ പാടില്ലല്ലോ. അത് പിന്നെ ആൾക്ക് സൈഡ് എഫക്റ്റായി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഡോക്ടർ ചെയ്തോട്ടെ. ആരെ, നീ എന്തായാലും മോളുടെ റൂമിലോട്ട് ചെല്ല്. ഡോക്ടർ ഇപ്പോൾ ചെക്ക് ചെയ്യാൻ വരും പറയും. അല്ല ചായ, ഇപ്പോൾ ഒരു ഡോക്ടർ എന്തിനാ കൊണ്ടുവന്ന് വെച്ചാൽ എന്താ പറയാ? എൻ്റെ പൊന്നാനി, അവൾ അങ്ങനെയൊന്നും ചോദിക്കില്ല. ഇനി ചോദിക്കുകയാണെങ്കിൽ തന്നെ മുംബൈന്ന് കാണിച്ചതല്ലേ. എന്തായാലും ഇവിടെ ട്രീറ്റ്മെൻറ്റ് നടത്തുമ്പോൾ ആ ഡോക്ടർ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടുന്ന് ഒരു ഡോക്ടറെ അറേഞ്ച് ചെയ്തു. അത് പറഞ്ഞാൽ മതി. നിങ്ങൾ രണ്ടും ഇവിടെ ഉണ്ടോ? അത് ശരി. മോളെ, നിന്നെ ചെക്ക് ചെയ്യാനിപ്പോൾ ഡോക്ടർ വരും. അതെന്തിനാ മമ്മി ഇപ്പോൾ ഒരു ചെക്കപ്പ്? അത് വന്നിട്ടിപ്പോൾ 2 ആഴ്ചയില്ല മോനെ. അപ്പോൾ കുഞ്ഞിൻ്റെ ഹെൽത്തൊക്കെ ഒന്ന് നോക്കണ്ടേ? മാത്രമല്ല, ഇനിയിപ്പോൾ മോളൊന്ന് ഓക്കെ ആയി പോകുന്നതിന് ഒരു ഡോക്ടർ എന്തായാലും മോളെ കൺസൾട്ട് ചെയ്യണ്ടേ? അപ്പോൾ പിന്നെ നമ്മൾ മുന്നേ കാണിച്ച ഡോക്ടറല്ലേ, അവരൊന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെത്തിയിട്ടുണ്ട്. ഇതേ വന്നല്ലോ. നിങ്ങളൊക്കെ ഒന്ന് പുറത്ത് നിൽക്കുമോ? ആളെ ഒന്ന് ഡീറ്റെയിൽ ആയി ചെക്കപ്പ് ചെയ്യാനായിരുന്നു. മക്കളെ വാ, നമുക്കൊന്ന് മാറിയേക്കാം. എൻ്റെ ബേബിക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ? ആള് ഓക്കെ അല്ലേ? ഒന്നും പേടിക്കണ്ട, ആള് സൂപ്പർ ഫൈനാണ്. പിന്നെ ഇയാൾ കുറച്ചും കൂടി ശ്രദ്ധിക്കണം കേട്ടോ, ഹെൽത്തൊക്കെ. വേറെ ഒന്നുമല്ല, ഫസ്റ്റത്തെ മിസ്കാരേജ് ആയതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെതായുള്ള ഇഷ്യൂസ് ഇനി ഡെലിവറി ടൈമിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കുറവാക്കാൻ വേണ്ടിയിട്ട് ഹെൽത്ത് പ്രോപ്പറായിട്ടൊന്ന് ശ്രദ്ധിക്കുക, നല്ലപോലെ ഭക്ഷണം കഴിക്കുക. ഓക്കെ? ഡോക്ടർ എന്താ പറഞ്ഞേ? മിസ്കാരേജ് ആയിരുന്നോ? എങ്ങനെ? എനിക്ക് ഓർമ്മയില്ലല്ലോ. അതെ, അന്ന് ആക്സിഡൻ്റ് ആയ സമയത്ത് ഇയാൾ പ്രഗ്നൻ്റ് ആയിരുന്നു. പിന്നെ അന്ന് നമുക്ക് എന്തായാലും ഒഴിവാക്കല്ലാതെ വേറെ വഴിയില്ലായിരുന്നു.
ഞാൻ കരുതി പാരൻസ് നിന്നോട് പറഞ്ഞിട്ടുണ്ടാവുന്നു. എനിവേ സാരമില്ല, അത് പാസ്റ്റല്ല. ഇപ്പം എന്തായാലും പുതിയ ഒരെണ്ണത്തിന് കർത്താവ് തന്നില്ലേ, അപ്പോൾ അതിൽ സന്തോഷിക്കൂ കേട്ടോ. പിന്നെ എപ്പോഴും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കണം. ഒരു നെഗറ്റീവ് തോട്ട്സും പാടില്ല, അതൊക്കെ കുഞ്ഞിനെ സാരമായിട്ട് തന്നെ ബാധിക്കും. ശരി ഡോക്ടർ. എന്താ ഡോക്ടർ, അവൾ ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? അവൾ വീക്കാണ് ബോഡി. അതുകൊണ്ട് ഞാൻ ഇന്ന് തന്ന മെഡിസിൻ ഇല്ലേ, അതിന്ന് കൊടുക്കണ്ട, 2 ദിവസം കഴിഞ്ഞ് കൊടുത്താൽ മതി. അപ്പോഴേക്ക് ആളുടെ ബോഡിയൊക്കെ ഒന്ന് റെഡി ആവട്ടെ. അല്ലെങ്കിൽ അവൾക്ക് സൈഡ് എഫക്റ്റ് വരാൻ ചാൻസ് കൂടുതലാണ്. ആദ്യം മിസ്കാരേജ് ആയതല്ലേ, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. ശരി, ഞാൻ പോവാ. എന്താ ചിന്നു ഡോക്ടർ പറഞ്ഞേ? ഓക്കെ അല്ലല്ലോ? ഓക്കെയാ, കുഴപ്പമൊന്നുമില്ല. എനിക്ക് നിങ്ങളെ 2 പേരോടും ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്താടി കാര്യം, പറ. ഇതിനു മുന്നേ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? ഇത് ആ ഡോക്ടർ പറഞ്ഞു, ഇതിനു മുന്നേ മിസ്കാരേജ് നടന്നതുകൊണ്ട് ഡെലിവറി ടൈമിൽ കുറച്ച് ഇഷ്യൂസൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്ന്. ആണോ? അവർ പറഞ്ഞത് ശരിയാ. ഇതിനു മുന്നേ നീ പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. 5 വർഷം മുന്നേ. നിനക്ക് വല്ലതും ഓർമ്മയുണ്ടാവും അന്ന് എന്താ സംഭവിച്ചതെന്ന്?